അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ സിയാറത്ത് കേന്ദ്രമായ വെളിയങ്കോടാണ്. എന്നാൽ വെളിയങ്കോട് തന്നെ അധികം ആളുകൾക്കും അറിയാത്ത, അധിക പേരും സിയാറത്ത് ചെയ്യാത്ത ഒരു മക്ബറയുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുടെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൂറത്ത് മക്കാമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മഹാന്മാരായ സാദാത്യങ്ങൾ അന്തി ഉറങ്ങുന്ന വലിയ ഒരു മക്ബറയാണ് സൂറത്ത് മക്കാം. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 32ാമത്തെ പേരമകനും ഖാദിരിയ തുരീഖത്തിന്റെ ശൈഖുമായ ഷെയ്ഖ് സയ്യിദ് അഹ്മദ് ബിൻ ഹസൻ ഫഖറുൽ വജൂദ് റളിയല്ലാഹു അൻഹുവും അവിടുത്തെ 7ഓളം തലമുറയിലെ പേരമക്കളുമാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ട് സൂറത്തിലെ ഈ തെങ്ങന്മാരുടെ മക്കാമിനിക്ക്. ദീനീ പ്രബോധനം ലക്ഷ്യം വെച്ച് യമനിലെ ഹലറമൗത്തിൽ നിന്നും ഇന്ത്യയിലെ ഗുജറാത്തിലെ സൂറത്തിലെത്തിയ മഹാൻ പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് ഷെയ്ഖ് ഹസൻ ജിഫിരി മരണപ്പെട്ട ദിവസം കോഴിക്കോടെത്തി. ജിഫിരി തങ്ങളുടെ പ്രത്യേക വസിയ്യത്ത് തന്നെ ഉണ്ടായിരുന്നു: ഞാൻ മരണപ്പെട്ടാൽ യമനിൽ നിന്നും ഒരാൾ വരും, അദ്ദേഹമാണ് എൻ്റെ ജനാസ നിസ്കരിക്കേണ്ടത്. അത് അപ്രകാരം സംഭവിച്ചു. പിന്നീട് അവിടെ നിന്ന് തന്റെ മകനെയും കൂട്ടി വെളിയങ്കോട് വന്ന് താമസമാക്കുകയായിരുന്നു തങ്ങളവർകൾ. ഒരു ദിവസം വെളിയങ്കോട് ജുമഅത്ത് പള്ളിയുടെ മിമ്പറിന് വടക്ക് ഭാഗത്ത് കിടന്നുറങ്ങുകയായിരുന്ന മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. നിങ്ങൾ വെളിയങ്കോട് തന്നെ സ്ഥിര താമസമാക്കണം, ദീനി ദഅവത്തിലും ഇബാദത്തിലുമായി അവിടെ തന്നെ നിലകൊള്ളണം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം. തനിക്ക് താമസിക്കാനുള്ള സ്ഥലവും അവിടുന്ന് കാണിച്ചു കൊടുത്തു. ആ സ്ഥലത്താണ് ഇന്ന് ഈ മക്കാമ് നിലകൊള്ളുന്നത്. ജീവിതകാലത്ത് നിരവധി കറാമത്തുകൾ കാണിച്ച മഹാനവറുകളുടെ ചാരത്തേക്ക് അനേകം ആളുകൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി സന്ദർശിക്കാറുണ്ടായിരുന്നു. മാനസിക പൈശാചിക പ്രശ്നങ്ങൾക്ക് തെങ്ങളുപ്പാപ്പ പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ തെങ്ങളുപ്പാപ്പയുടെ പേരും പ്രശസ്തിയും കേരളത്തിനകത്തും പുറത്തും വ്യാപിച്ചു തുടങ്ങി. എല്ലാവരാലും ആദരണീയനും പ്രിയങ്കരനുമായി തീർന്ന തെങ്ങളുപ്പാപ്പയ്ക്ക് താമസിക്കുവാനുള്ള സ്ഥലവും വീടും നൽകി വെളിയങ്കോട്ടുകാർ ആദരിച്ചു. കൊയിലാണ്ടി വലിയകത്ത് ചെറുകോയ തങ്ങളുടെ മകളെയാണ് തെങ്ങളുപ്പാപ്പ വിവാഹം ചെയ്തത്. തികഞ്ഞ ആബിദും സൂഫിയുമായ തെങ്ങളുപ്പാപ്പ തസവ്വുഫിന്റെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദ് അഹ്മദ് ബിൻ ഹസൻ ഫഖറുൽ വജൂദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ മക്കാമിലെ ഖാദിമായ ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 32ാമത്തെ പേരക്കുട്ടിയാണ് ഈ കിടക്കുന്നത്. ഇവരുടെ പേര് സയ്യിദ് അഹ്മദ് ബിൻ ഹസൻ ഫഖറുൽ വജൂദ് റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഇവർ ഉപ്പാപ്പ ഇവിടെ വന്ന് വഫാത്തായിട്ട് 300 വർഷം ആയി എന്നുള്ളതാണ് ഇവിടുത്തെ തങ്ങന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം ഇവിടുത്തെ അഹ്ലു ബൈത്ത് തങ്ങന്മാർ 200 സയ്യിദ് കുടുംബത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അവർ തന്നെയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിന് മുമ്പ് ഇവരിവിടെ വഫാത്തായിട്ടുണ്ട്. മമ്പ്രം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള ആളാണ് ബഹുമാനപ്പെട്ട സൂറത്തുൽ ഉപ്പാപ്പ എന്ന് പറയുന്ന റസൂലിൻ്റെ 32ാമത്തെ പേരക്കുട്ടി. ബഹുമാനപ്പെട്ടവരിവിടെ വരാനുള്ള കാരണം, മമ്പ്രം തങ്ങളൊരു മുത്യമ്മാവനുണ്ട് പഴയ ജിഫിരി ഹൗസിൽ, കോഴിക്കോട് പഴയ ജിഫിരി ഹൗസിൽ വഫാത്തായി കിടക്കുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് ഹസൻ ജിഫിരി മുത്തുക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഴയ ജിഫിരി ഹൗസിൽ വഫാത്തായി കിടക്കുന്നുണ്ട്. അത് മമ്പ്രം തങ്ങളെ മുത്യമ്മാവനാണ്, അതായത് വല്യമ്മാൻ്റെ ആങ്ങള. മമ്പ്രം തങ്ങളെ നേരെ അമ്മാവൻ മമ്പ്രം മാക്കാമ്പോൾ തന്നെ വഫാത്തായി കിടക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ഈ അസുഖത്തിൽ വഫാത്താകുകയാണെങ്കിൽ എൻ്റെ ജനാസ നിങ്ങളാരും കൈകാര്യം ചെയ്യേണ്ട, അത് ചെയ്യാൻ അലർ മൗത്ത് യമൻ എന്നൊരാൾ വരും, നിങ്ങൾ കാപ്പാട് കടപ്പുറത്ത് പോയി നല്ല അദ്ദേഹത്തെ കാണാൻ കഴിയും എന്ന് അന്നത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിധിക്ക് അദ്ദേഹം ഉത്തരം നൽകി. അങ്ങനെ ബഹുമാനപ്പെട്ടൊരു വഫാത്തായി. വഫാത്തായതിന് ശേഷം അന്നത്തെ ജനങ്ങൾ നേരെ കാപ്പാടുക്കാണ് ഓടിയത്. അങ്ങനെ കാപ്പാട് ചെന്നപ്പോൾ സൂറത്തുൽ ഉപ്പാപ്പ എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട റസൂലിൻ്റെ 32ാമത്തെ പേരക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അവരെയും കൂട്ടിപ്പോയി അവിടെ ചെന്ന് സാധാരണക്കാരൻ്റെ രീതിയിൽ ജനാസ കൈകാര്യം ചെയ്യലാണ് അവിടെ നടന്നത്. പക്ഷേ അതല്ല സംഭവത്തിൽ അന്നത്തെ കാലത്തുള്ള വിലായത്ത് പട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളൊരു സംഭവം കൂടി നടന്നതായിട്ടുള്ള ചരിത്രമാണ് ഉള്ളത്. അങ്ങനെ 3 ദിവസം അവിടെ തങ്ങുന്നിടയിലാണ് മാളിയക്കൽ കുടുംബം എന്നൊരു കുടുംബമുണ്ട് കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്ത്.
അവരെ കൂട്ടത്തിൽ ഒരു പെണ്ണിൻ്റെ കല്യാണം നാളെ നടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ആ പെണ്ണ് പാമ്പ് പിടിച്ച് മരിക്കുകയും മരണപ്പെട്ടപ്പോൾ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൊണ്ട് കബറടക്കി കളി എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുള്ള അവരോട് പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഇങ്ങനെ തങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ അദ്ദേഹത്തെ കൂടി ഒന്ന് പോയി സമീപിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ഇവർ അന്നത്തെ കാലത്തുള്ള കാറുകളൊക്കെ എടുത്തിട്ട് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം, എനിക്ക് കാറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തങ്ങൾ അവിടെ എത്തിയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ കുട്ടീൻ്റെ കഫൻ ചെയ്ത് കിടക്കുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മോളെ എണീറ്റാളാന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി എണീറ്റ് വന്നു. ഇന്ന് ആ തറവാടിൻ്റെ പേര് അയാത്ത് മാളിയേക്കൽ എന്നാണ്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും കോഴിക്കോടുള്ളവർ പോയി അന്വേഷിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ചരിത്രത്തിന് ആധികാരിക തെളിവ് അവിടെ കിട്ടും. അയാത്ത് മാളിയേക്കൽ എന്ന് പറഞ്ഞ കുടുംബം ഇന്നും അവിടെ ജീവിച്ചിരിപ്പുണ്ട്, ആ തറവാടിൻ്റെ പേര്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ഈ കറാമത്ത് നേരിൽ കണ്ടവരത് പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്ക് ആളുകളൊക്കെ ഇയാളെ വളയാൻ തുടങ്ങിയപ്പോൾ ചെയ്തപ്പോൾ ഇദ്ദേഹം നേരെ സൂറത്തിലുള്ള ഗുജറാത്തിലേക്ക് പോയി, ഗുജറാത്തിലുള്ള സൂറത്തേക്ക് പോയി. ഇവരെ പരമ്പരയാണ്. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ 55 or 56 ചെറുതും വലുതുമായ മക്കാമ് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലുണ്ട്. ബാക്കി തങ്ങന്മാർ പുറത്തുണ്ട്. ഇത് തങ്ങന്മാരെ മാത്രം പറയുന്നൊരു കമൗണ്ടാണ്, തങ്ങന്മാരത് മാത്രമാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ ഇവിടെ പാപ്പാൻ്റെ അടുത്ത് ഖിദ്മത്ത് ചെയ്തതാണ്. ഇവിടുന്ന് ഇവരെ ഇപ്പോൾ തലമൂത്ത തങ്ങന്മാർ പറയുന്നത്, ഇവരെ കൂട്ടത്തിലുള്ള തങ്ങന്മാർ പറയുന്ന ഐദറൂസി കുടുംബം കേരളത്തിൽ വരുന്നത് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ മുഖാന്തരമാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരൊക്കെ ഹക്ക് ജാബ് വർക്കത്തുകൊണ്ട് നമ്മൾ ഈമാൻ സലാമത്താക്കി തട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅ ഇൽമു പ്രദാനം ചെയ്യട്ടെ. മരണം ഖൈറാവുന്ന സമയത്ത് പഹൻ എന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹിയുടെ ഷെറിനെ തൊട്ട് മഹാന്മാരുടെ സഹായം കാവലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സൂറത്തിലെ തെങ്ങന്മാരുടെ പേരിനൊപ്പമുള്ള ഫഖറുൽ വുജൂദ് എന്ന നാമം തങ്ങളുടെ 6ാമത്തെ പിതാമഹനായ സയ്യിദ് അബൂബക്കർ ബിൻ സാലിം റളിയല്ലാഹു അൻഹുവിന് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ പേരാണ്. ഒരിക്കൽ സയ്യിദ് അബൂബക്കർ ബിൻ സാലിം റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളോടൊപ്പം ജന്മദേശമായ യമനിലെ കടൽ തീരത്ത് ഇരിക്കുകയായിരുന്നു. അറിവ് പകർന്നു നൽകുന്ന തങ്ങളുപ്പാപ്പയുടെ കയ്യിൽ ഒരു കാവപാത്രം ഉണ്ട്. പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്റെ ചരക്കുകൾ കയറ്റിയ കപ്പൽ ഇതുവരെ എത്തിയിട്ടില്ല, അതിനു വല്ല പരിഹാരവും കാണണം. ഉടനെ അദ്ദേഹത്തോട് തന്റെ കയ്യിലുള്ള കാവപാത്രത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു. കാറ്റിലും കോളിലും പെട്ട് ആടി ഉലഞ്ഞ് താഴാൻ പോകുന്ന തന്റെ കപ്പലിനെയാണ് അദ്ദേഹം ആ പാത്രത്തിൽ കണ്ടത്. തങ്ങളുപ്പാപ്പ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, അതിനു പരിഹാരമുണ്ടാകും. കുറച്ച് സമയം കഴിഞ്ഞ് കടലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങളുപ്പാപ്പ പറഞ്ഞു, ആ വരുന്നത് നിങ്ങളുടെ കപ്പലല്ലേ? അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷത്തിന് അതിരുകൾ ഇല്ലായിരുന്നു. അദ്ദേഹം കൈകൾ മേൽപോട്ടുയർത്തി അള്ളാഹുവിനെ സ്തുതിച്ചു. വിഷമഘട്ടത്തിൽ തന്നെ ആശ്വസിപ്പിക്കുകയും ദിവ്യജ്ഞാനത്താൽ തന്റെ കപ്പലിന്റെ അവസ്ഥ കാട്ടിത്തരികയും ചെയ്ത മഹാനായ സയ്യിദ് അവർകളെ സ്മരിക്കുകയും ചെയ്തു. സംഭവം കഴിഞ്ഞ ഉടനെ ഒരു അപരിചിതൻ പ്രത്യക്ഷപ്പെട്ടു. സയ്യിദ് അബൂബക്കർ ബിൻ സാലിം റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യാ ഫഖറുൽ വുജൂദ്, അള്ളാഹുവിന്റെ ആത്മചൈതന്യമേ എന്ന് അഭിവാദ്യം ചെയ്തു. ആ അപരിചിതൻ മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു. അന്നു മുതലാണ് സൂറത്തിലെ തെങ്ങന്മാരുടെ പേരിനൊപ്പം ഈ നാമം കൂടി ചേർക്കപ്പെട്ടത്. പ്രസിദ്ധമായ താജ് സ്വലാത്തിന്റെ രചയിതാവ് കൂടിയാണ് സയ്യിദ് അബൂബക്കർ ബിൻ സാലിം റളിയല്ലാഹു അൻഹു. സൂറത്തിലെ തെങ്ങന്മാരുടെ ഈ മക്കാമിൽ അകത്തും പുറത്തുമായി 54ഓളം മഖ്ബറകൾ ഉണ്ട്. മഹാനായ സയ്യിദ് അഹമ്മദ് ബിൻ ഹസൻ ഫഖറുൽ വുജൂദ് റളിയല്ലാഹു അൻഹുവിന്റെ 2ാമത്തെ മകനും നിരവധി കറാമത്തുകളുടെ ഉടമയുമായ ഷെയ്ഖ് സയ്യിദ് മിഹ്ലാർ ബിൻ അഹമ്മദ് റളിയല്ലാഹു അൻഹുവും ഈ മക്കാമിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. തികഞ്ഞ പണ്ഡിതനും സൂഫിയും ഭക്തനുമായ മഹാനവറുകൾ വിവാഹം കഴിച്ചിട്ടില്ല. അക്കാലത്ത് അറക്കൽ അലി രാജാവ് പണ്ഡിതരെയും സാദാത്തുക്കളെയും വിളിച്ചു വരുത്തി ഏറ്റവും യോഗ്യനായ ആളെ തിരഞ്ഞെടുക്കാൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. കൊട്ടാര പടിവാതിൽക്കൽ 2 ഗജവീരന്മാരെ നിർത്തുക. തുമ്പിക്കൈയിലെ കനത്ത ചങ്ങല വീശിക്കൊണ്ടിരിക്കെ പരിക്കേൽക്കാതെ കൊട്ടാരത്തിൽ പ്രവേശിക്കണം. അവരായിരിക്കും യോഗ്യൻ. അന്ന് ജീവിച്ചിരിപ്പുള്ള മിക്ക പണ്ഡിതർക്കും ക്ഷണമുണ്ടായിരുന്നു. ക്ഷണം വെളിയങ്കോട്ടുമെത്തി. മിഹ്ലാർ തങ്ങളോട് കൊട്ടാരത്തിലേക്ക് പോകാൻ ജ്യേഷ്ഠൻ മുത്തുക്കോയ തങ്ങൾ നിർബന്ധിച്ചു. നിശ്ചിത ദിവസം ജ്യേഷ്ഠന്റെ കൽപ്പന മാനിച്ച് തങ്ങളവറുകൾ കൊട്ടാരത്തിലെത്തി. നിരവധി ഭക്തരും പണ്ഡിതരും തങ്ങന്മാരും ആ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. മിഹ്ലാർ തങ്ങൾ അവരുടെയെല്ലാം സമ്മതത്തോടെ തന്നെ ആദ്യം കൊട്ടാരത്തിലേക്ക് നടന്നു. അത്ഭുതമെന്നു പറയട്ടെ, ചെങ്ങലയേന്തി നിന്നിരുന്ന 2 ഗജവീരന്മാരും തങ്ങളെ കണ്ടതോടെ ബഹുമാനപൂർവം മുട്ടുകുത്തി നിന്നു. തങ്ങൾ രാജധാനിയിലേക്ക് കടന്നു.
രാജാവ് അത്ഭുതത്തോടെ നോക്കി നിൽക്കെ തങ്ങൾ ഉണർത്തി, മഹാരാജാവേ, സൃഷ്ടികളെ നല്ലവരും ദുഷ്ടരുമായി വേർതിരിക്കാൻ നമുക്കവകാശമില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. നിങ്ങൾ ഈ പ്രവർത്തനത്തിന് അള്ളാഹുവിനോട് പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ്. സയ്യിദ് മിഹ്ലാർ തങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച രാജാവ് പാശ്ചാത്തപിച്ചു. പുറമെ തങ്ങൾക്ക് സമ്മാനമായി വീട്ടിമരത്തിന്റെ ഒറ്റപ്പലകയിലുള്ള വലിയ ഒരു പത്തായവും മറ്റു ധാരാളം വിലപിടിപ്പുള്ള സമ്മാനവും രാജാവ് കൊടുത്തയച്ചു. ഈ പത്തായം ഇന്നും ഇമ്പിച്ചുണ്ണി തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു. സൂറത്തിലെ തങ്ങളുടെ പേരമക്കൾ ഇപ്പോഴും വെളിയങ്കോടുണ്ട്. നിരവധി ആളുകളാണ് ഓരോ ദിവസവും പ്രശ്നപരിഹാരത്തിനു വേണ്ടി ഇവിടെ എത്തുന്നത്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കാമിന്റെ പിറകുവശത്ത് കാണുന്ന കുളത്തിന്റെ അരികിലൂടെ നേരെ വന്നാൽ ഈ മക്കാമിലേക്ക് നമുക്കെത്താം. പണ്ടുകാലത്ത് പൈശാചിക ബാധയേറ്റവരെയും മാനസിക രോഗികളെയും ഈ മക്കാമിന്റെ പുറകുവശത്ത് കാണുന്ന ഈ കിണറിലെ വെള്ളം കോരിയെടുത്ത് അവരെ കുളിപ്പിക്കുമായിരുന്നു. അതുമൂലം പെട്ടെന്ന് തന്നെ അവരുടെ അസുഖം ശിഫയാകുകയും ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ സയ്യിദ് അഹ്മദ് ബിൻ ഹസൻ ഫഖറുൽ വജൂദ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ ഈ വിശാലമായ ഈ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റു മുഴുവൻ സാദാത്തുക്കളുടെയും ദറജകളെ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുമൊക്കെ അല്ലാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. മാനസിക പൈശാചിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ വിഷമങ്ങളും ഈ മഹാന്മാരായ സയ്യിദന്മാരുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീടും, ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലിയും, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ കടങ്ങളൊക്കെയും അവരറിയാതെ തന്നെ എളുപ്പത്തിൽ വീട്ടിത്തീർക്കാനുള്ള വഴികൾ ഈ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു കാണിച്ചു തരട്ടെ. പ്രത്യേകിച്ച് അൽസിയാറ എന്ന ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ നിരവധി ആവശ്യങ്ങൾ അറിയിച്ച ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഈ മഹാന്മാരായ സാദാത്തുക്കളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഹാസുലാക്കി തരട്ടെ. അൽസിയാറ എന്ന് പറയുന്ന ഈ ചാനലിലെ സിയാറത്ത് യാത്രകളിലേക്ക് സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു ഇരുവീട്ടിലും ഹൈറും ബറക്കത്തും നൽകി ഈ മഹാന്മാരുടെ മദതും കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.